പൂങ്കുന്നം ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിലെ 4C-യിൽ പേര് ചേർത്ത വോട്ടറുടെ പേര് എസ് അജയകുമാർ എന്നാണ്. ഈ എസ് അജയകുമാറിന്റെ പേരിൽ അങ്ങനെ ഒരു മേൽവിലാസം അവിടെ ഇല്ല, അഥവാ അങ്ങനെ ഒരു കൃത്രിമമായ മേൽവിലാസം അവിടെ സൃഷ്ടിക്കപ്പെട്ടു. അത് ഞങ്ങളുടെ കണ്ടെത്തിയതാണ്. പൂങ്കുന്നം ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റ് അങ്ങനെ 9 പേര് കണ്ടെത്തി. അതിൽ 3 പേരും BJP പ്രവർത്തകരോ BJP അനുയായികളോ ആണ്. ഇനി ഒരു കാര്യം കൂടി പറയാം. വിചാരകേന്ദ്രത്തിന്റെ തൃശൂർ മേഖലാ സെക്രട്ടറി ഷാജി വരവൂര് പൂങ്കുന്നത്തെ ഇൻലാൻഡ് ഉദയ അപ്പാർട്ട്മെന്റിൽ നിന്ന് ആലത്തൂർ 8-ാം വാർഡിലെ വോട്ടുള്ള സ്ഥാനാർത്ഥി പൂങ്കുന്നത്തെ ഇൻലാൻഡ് ഉദയ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പൂങ്കുന്നം ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിലെ 4C എന്ന അപ്പാർട്ട്മെന്റിൽ അജയകുമാർ എന്നൊരു സ്ഥിര താമസക്കാരനില്ല. അത് വ്യാജ മേൽവിലാസമാണ്. ഈ അജയകുമാർ നിർഭാഗ്യവശാൽ സുരേഷ് ഗോപിയുടെ ഡ്രൈവറുമാണ്. അല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഇതിന് കൃത്യമായിട്ടുള്ള ഇതിപ്പോൾ ഒന്നല്ലല്ലോ, ഇങ്ങനെ നിരവധി ആളുകൾ വന്ന് പല സ്ഥലങ്ങളിലും താമസിക്കുകയും അവരവിടെ മറ്റേ ഈ റെന്റിന് സ്ഥലം എടുക്കുകയും അങ്ങനെ റെന്റ് ഒരു മിനിറ്റ് ഒരു എടുത്തില്ലെങ്കിൽ അന്ന് ചോദിച്ച് കട്ട് ചെയ്യണമെന്ന് ഇങ്ങനെ ഇന്ത്യ മഹാരാജ്യത്ത് പലരും വന്ന് എടുക്കും. അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നാട്ടില് നിയമമുള്ളത്. അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് BLA, അത് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് BLO. അങ്ങനെ ഒരുപാട് ഫ്ളാറ്റുകളുണ്ട്. ഈ ഫ്ളാറ്റുകളുടെ വ്യാജ മേൽവിലാസത്തിൽ BJP അനുകൂല മനോഭാവം. ഇനി താങ്കൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഇടങ്ങളിൽ CPM കോൺഗ്രസിന്റെ ആളുകളോ ഒക്കെ കൂട്ടിച്ചേർത്തതിൽ ഒരപാകതയും ഇല്ല എന്നാണോ B. ഗോപാലകൃഷ്ണൻ പറയുന്നത്? B. ഗോപാലകൃഷ്ണൻ വളരെ കൃത്യമായി പറയുന്നു. ഭാരതീയ ജനതാ ഇപ്പൊ ഞാൻ പച്ചക്ക് അങ്ങോട്ട് പറയാണ്, അതങ്ങോട്ട് കേട്ടോളൂ. പച്ചക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ കേരളത്തിൽ തോൽപ്പിക്കാൻ ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് ഒരുമിച്ച് നിന്ന് 88 വോട്ടിന് മറ്റേ സുരേന്ദ്രനെ കാസർഗോഡ് മഞ്ചേശ്വരത്ത് പരാജയപ്പെടുത്തി, നേമത്ത് കുമ്മനം രാജശേഖരനെ മഞ്ചേശ്വരത്ത് പരാജയപ്പെടുത്തി, നേമത്ത് കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തി. അങ്ങനെ കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും പരസ്പരം കടിച്ചു കയറി. എന്നാൽ BJP ജയിക്കാതിരിക്കാൻ ഒരുമിച്ച് വന്ന് തോൽപ്പിക്കുന്ന ഒരു അടവ് നയം ഉണ്ടല്ലോ, ആ അടവ് നയം BJP എടുക്കാൻ പോവുക. ഇന്ത്യ മഹാരാജ്യത്തുള്ള സകല ആളുകളെയും നിയമം അനുസരിച്ച് നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മണ്ഡലത്തിൽ ഞങ്ങൾ കൊണ്ടുവരും, ഞങ്ങൾ ചേർക്കും, ഞങ്ങൾ വോട്ട് ചെയ്യും, ഞങ്ങൾ ജയിപ്പിക്കും. ആർക്കാ തടയാൻ പറ്റുമെങ്കിൽ ഞങ്ങളും അടവ് നയം പാലിക്കാൻ പോവാണ്. ആ 6 മാസമല്ല, ഞങ്ങൾ 1 വർഷം മുമ്പ് കൊണ്ടുവരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നിയമം അനുസരിക്കുന്ന രീതിയിൽ, കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഞങ്ങൾ കൊണ്ടുവരും. അല്ല, അതൊക്കെ വേറെ കാര്യം, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഒരാൾക്ക് 3 വോട്ട് ഒരു മണ്ഡലത്തിൽ കൊടുത്ത കഥയാണ് ശകുൻ റാണി എന്ന് പറയുന്ന വോട്ടറുടെ കഥ പറഞ്ഞത്. ശകുൻ റാണി ഒരു ബൂത്തിൽ 3 വോട്ടാ, അതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് 2 വോട്ടില്ലേ? ഒറ്റ വോട്ട്. 2 വോട്ടില്ലേ? ഒറ്റ വോട്ട്. ബാലകൃഷ്ണനും മക്കൾക്കും 4 വോട്ട്. ആര് പറഞ്ഞു? ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കറക്റ്റ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. കറക്റ്റ്. ഈ ഒറ്റ വോട്ടേ ഈ BJP-ക്കാർ ചെയ്തിട്ടുള്ളൂ. 2 വോട്ട് ചെയ്തു. മിസ്റ്റർ നിങ്ങൾ പറഞ്ഞതല്ലോ ഒരു വോട്ട് ചെയ്തുള്ളൂ. BJP പറയാണ് 2 വോട്ട് ചെയ്ത് ഏതെങ്കിലും ഒരാളെ നിങ്ങൾ കൊണ്ടുപോവാ. BJP-ക്കാരൻ 2 വോട്ട് ചെയ്തു. സുരേഷ് ഗോപിക്കും ചെയ്തു, ആലത്തൂരിലും ചെയ്തു. സുരേഷ് ഗോപിക്കും ചെയ്തു, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തും ചെയ്തു. അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് തന്നെ 2 വോട്ട് ചെയ്ത ഏതെങ്കിലും ഒരുത്തന്റെ എക്സാമ്പിൾ നിങ്ങൾ കൊണ്ടുവരുമോ? VD സതീശനാവാം, രമേശ് ചെന്നിത്തലയ്ക്കാവാം, ബാലകൃഷ്ണനാവാം. ഞാൻ കേൾക്കാന്ന് ഞാൻ ഒന്നുകൂടി പറയട്ടെ. ഗോവിന്ദ മാഷ്ട മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കാനായി പോയ BJP-ക്കാരനെ, നോമിനേഷൻ കൊടുക്കാൻ പോയ BJP-ക്കാരനെ കയ്യും കാലും തല്ലി ഓടിച്ചു. മത്സരിക്കാൻ പോയവനെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ സുരേഷ് ഗോപിയുടെ കുടുംബം ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എവിടെയായിരിക്കും വോട്ട് രേഖപ്പെടുത്തുക?
അവർക്ക് സൗകര്യമുള്ളതിൽ ചെയ്യും. അവർ 6 മാസം മുമ്പ് ചേർന്നുണ്ടെങ്കിൽ അത് ചെയ്യും, അവർക്ക് ഇഷ്ടമുള്ളിടത്ത്. ചെയ്യും. നിങ്ങൾ വെട്ടിക്കോന്ന് ലോക്സഭയിൽ ഞങ്ങൾ സൗകര്യമുള്ളിടത്തൊക്കെ സുരേഷ് ഗോപി പോലെ കേന്ദ്ര സഹമന്ത്രിയുടെ കുടുംബത്തിലെ അംഗങ്ങൾ ലോക്സഭയിൽ തൃശ്ശൂരിൽ വോട്ട് ചെയ്ത് ലോക്സഭയുടെ തിരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ പേരുള്ള സുരേഷ് ഗോപിയുടെ കുടുംബം എങ്ങനെയാണ് വട്ടിയൂർക്കാവിലെ ശാസ്തമംഗലത്തെ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ പേരുണ്ടാവുക? സുരേഷ് ഗോപിയുടെ വോട്ടർ പട്ടികയിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ ഇവിടെ വന്ന് താമസിച്ചു, വോട്ട് ചെയ്തു, നിയമപരമായി എല്ലാം കഴിഞ്ഞു. 1 വർഷവും കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്. അവർ പോയി ഇവിടുന്ന് വേറൊരു സ്ഥലത്ത് വോട്ട് ചെയ്യാൻ അവകാശമില്ലേ? നിയമപരമായി തെറ്റുണ്ടോ? നിയമപരമായി തെറ്റുണ്ടോ? എന്റെ ചോദ്യം ചോദിക്കും, നിയമപരമായി തെറ്റുണ്ടോ? തെറ്റുണ്ട്. അതാണ് ഞാൻ ചെയ്യാൻ സമയം ആയിട്ടില്ലല്ലോ. കുടുംബം വോട്ടർ പട്ടികയിൽ പേര് നീക്കം ചെയ്തിട്ടില്ല. നിങ്ങൾ അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, മറ്റേ VD സതീശന്റെ കാര്യം പറഞ്ഞപ്പോഴും ബാലകൃഷ്ണന്റെ കാര്യം പറഞ്ഞപ്പോഴും രമേശ് ചെന്നിത്തലയുടെ കാര്യം ഒരിടത്താണ് വോട്ട് ചെയ്യുന്നത്. അതാണ് അവർ പറഞ്ഞത്. പക്ഷേ സുരേഷ് ഗോപിയുടെ 11 പേരടങ്ങുന്ന കുടുംബം എങ്ങനെയാണ് കൂട്ടത്തോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ ശാസ്തമംഗലത്ത് വോട്ട് ചെയ്യുക? അവരിവിടെ ലോക്സഭയിലെ വോട്ടർമാരല്ലേ, തൃശ്ശൂർ വോട്ടർമാരല്ലേ അവര്? ശാസ്തമംഗലത്ത് നിങ്ങൾ ശാസ്തമംഗലത്താണോ അവർ വോട്ട് ചെയ്യാൻ പോണത്? അവർ തൃശ്ശൂരാണോ വോട്ട് ചെയ്യാൻ പോണത്? നിങ്ങൾ കബഡി വെച്ചിട്ട് ജോത്സ്യനൊന്നും അല്ലല്ലോ. വോട്ട് ചെയ്യട്ടെ. ശ്രീ ഗോപാലകൃഷ്ണൻ, നിങ്ങൾ എന്റെ പൊന്നു ചങ്ങാതി, അങ്ങനെ തന്നെയാണ് VD സതീശനും, അങ്ങനെ തന്നെയാണ് ഹരിപ്പാട് രമേശ് ചെന്നിത്തലയും, അങ്ങനെ തന്നെയാണ് ഗണേശനും. ശരി, അവർക്കൊക്കെ ഈ 2 വോട്ടുണ്ട് 2 സ്ഥലത്ത്. 2 വോട്ട് ചെയ്താലേ നിങ്ങൾക്ക് കുടുംബത്തിന്റെയും വോട്ട് വേണ്ടെന്നാണോ BJPയുടെ തീരുമാനം? അല്ല, ഞങ്ങൾക്ക് തൃശ്ശൂർ എടുക്കണോ വേണ്ടയോ, കൊടുക്കണോ, കോർപ്പറേഷൻ പിടിക്കണോ, അതൊക്കെ ഞങ്ങളുടെ കാര്യം. അരുൺകുമാർ അന്വേഷിക്കണ്ട. ഞങ്ങൾ പലതും ചെയ്യും. നിയമം എന്റെ ചോദ്യം എനിക്കൊരു ഞാൻ ഇത്ര നേരം വിശദീകരിച്ചെന്ന് പിന്നെ എന്താ നിങ്ങൾക്ക് ചെവി കേൾക്കുന്നില്ലേ? ഞാൻ ഇത്ര നേരം വിശദീകരിച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു മനുഷ്യന്റെ ഇടം പിടിച്ചത് അത് ശരിയാണോ? അതും കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയുടെ കുടുംബത്തിന് ഇങ്ങനെ 2 ഇടങ്ങളിൽ പേര് വരുന്നത് ശരിയാണോ? ലോക്സഭാ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഡ്രൈവറെയും കുടുംബത്തെയും അദ്ദേഹത്തിന് അനുയായിയും അടക്കമുള്ളവരുടെ വോട്ട് തൃശ്ശൂരിലേക്ക് ചേർക്കുന്നു, ചിലയിടങ്ങളിൽ വ്യാജ വോട്ട് ചേർക്കുന്നു. ഇത് ശരിയാണോ എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. അങ്ങ് പറഞ്ഞത് രാജ്യത്തെ എവിടെ നിന്ന് ആളുകൾക്ക് വേണമെങ്കിലും വരാം, സമ്മതിച്ചു. പക്ഷെ അതിന് മറുപടി പറഞ്ഞല്ലോ ഞാൻ. അല്ല, ഞാൻ മറുപടി പറഞ്ഞല്ലോ. ഞാൻ മറുപടി പറഞ്ഞില്ലേ? രമേശ് ചെന്നിത്തലയ്ക്ക് അയാളുടെ കുടുംബത്തിന് 2 സ്ഥലത്ത് വോട്ടുണ്ട്. ആ 2 സ്ഥലത്തെ വോട്ട് രമേശ് ചെന്നിത്തല ചെയ്യില്ല, ഒരു സ്ഥലത്തെ ചെയ്യൂ എന്നാണ് നിങ്ങൾ പറഞ്ഞത്. വോട്ട് ചെയ്യുന്ന ഒരു അത്ഭുതമാണ് ഇവിടെ സംഭവിക്കുന്നത്. 1 വർഷത്തിനിടയിൽ സംഭവിക്കുന്ന കാര്യമാണെന്ന് ഓർമ്മിക്കണം. 1.5 വർഷത്തിനിടയിൽ. ഞാൻ തിരിച്ചു നിങ്ങളെ അങ്ങനെ ജാട കഴിഞ്ഞ് പോകല്ലേ. ചോദ്യത്തിന് ഉത്തരം പറയണം. ആ ചോദ്യത്തിന് നിയമം അനുശാസിക്കുന്ന, നിയമം ചെയ്യാത്ത, തെറ്റ് ചെയ്യാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൃശ്ശൂർ ലോക്സഭയിലെ വോട്ടർ പട്ടികയിൽ നിന്ന് സുരേഷ് ഗോപിയുടെയും കുടുംബത്തിന്റെയും വോട്ട് ഡിലീറ്റ് ചെയ്തില്ല. നിങ്ങൾ വേണം ഡിലീറ്റ് ചെയ്തോന്ന്. ഡിലീറ്റ് ചെയ്യുന്ന ചുമതല ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനുമാണ്, BJPക്ക് അല്ല. മാറ്റില്ല. നിങ്ങൾ അല്ല, നിങ്ങൾ ഞാൻ പറഞ്ഞ നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ സഹചാരിയായിട്ടാണല്ലോ നടക്കുന്നത്. ഇടപെടരുത്. ഒരു മനുഷ്യനെ വേട്ടെ. ഒരു മിനിറ്റ്. നിങ്ങളെ തന്നെ ആക്രമിക്കണം. കാരണം ഇടതുപക്ഷക്കാരൻ പോലും പറയാത്ത ഭാഷയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു സിമ്പിൾ കാര്യം. ആ മനുഷ്യൻ ഒരു സ്വർണ്ണ കിരീടം വെച്ചു.
അതിന്റെ പേരിൽ കുറെ നടന്നില്ലേ നിങ്ങൾ ആക്ഷേപിച്ചിട്ട്? ഞങ്ങളല്ല ആക്ഷേപിച്ചത്. അതിൽ സ്വർണ്ണമല്ല ചെപ്പാണ് കൂടുതൽ എന്ന് പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്ന നേതാക്കളാണ്. അത് കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ. താങ്കൾ വീണ്ടും സുരേഷ് ഗോപിയിലേക്ക് തിരിച്ചു പോരുക. സ്വർണ്ണക്കിരീടത്തിലൊക്കെ ഒരുപാട് പറയാനുണ്ട്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് നാളിതുവരെ ഒരു വാക്ക് വേണ്ടിയിട്ടില്ല നമ്മുടെ സുരേഷ് ഗോപി. ഞാൻ സംസാരിക്കട്ടെ. ഒരുപാട് സമയം നമ്മുടെ ചർച്ചയുടെ വിഷയത്തിലേക്ക് വേറെ വഴിക്ക് പോകും. താങ്കളാണ് കിരീടത്തിലേക്ക് പോയത്. ഞാൻ കിരീടത്തിലേക്ക് ഒരു മനുഷ്യനെ അപമാനിക്കുന്നതിന് Debate with Dr. Arun Kumar.